കണ്ണൂർ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞ് പോയിട്ട് നിൽക്കണമെന്നില്ല അല്ലേ, എത്തിയിട്ടുണ്ട്. പക്ഷേ വിശേഷങ്ങളെല്ലാം കൂടെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടോ, കാരണം കുറേ ക്ലിപ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഞങ്ങൾ റെഡി ആയത് കണ്ടില്ലേ, അത് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ബീച്ചിലോട്ടൊരു യാത്ര പോയതാണ്. അമ്മ, ഏത്തിയമ്മ, കുട്ടികൾ, മൂത്ത, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ചായിട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. കാരണം എനിക്ക് ഇതിന് മുൻപ് അവിടെ പോയിട്ട് എത്ര സമയം അവിടെ ഇരുന്നിട്ട് എനിക്ക് മതിയാവുന്നുണ്ടായില്ല. പക്ഷേ ക്ലൈമറ്റിൻ്റെ എന്തോ ഇഷ്യൂസ് കാരണം അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരുപാട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അർജു പഠിച്ചിരുന്ന സ്കൂളുകൾ, ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഞാൻ കേട്ട് പരിചയിച്ച ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ എല്ലാം കറക്കും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായി. രാത്രി ഞങ്ങൾക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻസ് തന്നെ, ഞങ്ങൾ ന്യൂലി മാരീഡ് കപ്പിൾസാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാവരും കണ്ട് കാണാപ്പാടായതാ. എന്നിട്ടും കല്യാണത്തിൻ്റെ വീഡിയോ വന്നാണ് വീണ്ടും. പണ്ട് ഇതുപോലെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ കല്യാണം ചെയ്യുന്ന സമയത്ത് അവരെ പിടിച്ചിട്ട് അവരുടെ കല്യാണ വീഡിയോ വീണ്ടും കാണിക്കുന്ന കസിനായിരുന്നു. ഇപ്പോഴൊക്കെ അവരൊക്കെ അവസ്ഥ മനസ്സിലായത്. എന്നാലും ഇതിനെ കാണാൻ രസമൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂലി മാരീഡ് കപ്പിൾസ്. അങ്ങനെ കഥ പറയലും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നു. ഇതാണ് കേട്ടോ ഫുഡ്. നല്ല അടിപൊളി പാസ്തി, ചിക്കൻ കറി. തിരുവോണത്തിന് ഞങ്ങളവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് അമ്മ എനിക്കത് ഫേവറേറ്റ് സേമിയ പായസമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. പായസമൊക്കെ കുറിച്ച് നമ്മൾ പിന്നെ നേരെ നിന്നത് പാക്ക് ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ രാവിലെ നേരത്തെ പോകും. അപ്പോൾ ആ സമയത്ത് പാക്കിങ്ങിന് നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഇന്നേ പാക്ക് ചെയ്ത് വെക്കുകയാണേ. ഇത് അവിടെ ഏട്ടനും ഏട്ടമ്മയും ഞങ്ങൾക്ക് തന്ന ഓണക്കോടിയാണ് കേട്ടോ. എനിക്ക് സെറ്റ് കൊണ്ടും അതിന് സെയിം കളർ ഷർട്ടും. ആ ഓണക്കോടിയാണ് ഞങ്ങൾ തിരുവോണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് അമ്മ തന്ന ഗിഫ്റ്റ് കേട്ടോ. നല്ലൊരു വാച്ചാണ്. ഇതെനിക്ക് എൻ്റെ കയ്യിനനുസരിച്ച് ചെയിൻ സെറ്റ് ചെയ്യണം. ചെയിൻ വാച്ചാണ്. കാലത്ത് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് പാലക്കാട്ടേക്ക്. വരുന്ന വഴി കണ്ടൊരു വ്യൂ ആണ്. ഈ വാക്ക് വേ ഒക്കെ പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആ ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ആരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകാനൊക്കെ ആയപ്പോഴാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയ നല്ല റെസ്റ്റോറൻ്റാണ്. ആണ്. ഫുഡും നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയറക്റ്റ് ബീച്ചിലോട്ട് വന്നു. അങ്ങനത്തെ അന്നത്തെ കണ്ണൂർ യാത്ര അടിപൊളിയായി തന്നെ അവസാനിച്ചു.